നമസ്കാരം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥ സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അദ്ദേഹം സഭയെ അറിയിച്ചു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി വിമാനങ്ങൾ സജ്ജമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നും പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷ മേഖലകളിൽ നിന്നും മടങ്ങിവരാൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി വിമാനങ്ങൾ സജ്ജമാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു. പ്രവാസികളുടെ സുരക്ഷയ്ക്കായി വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധന രാജ്യത്തെ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതിനിടെ സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാൻ നടത്തിയ പ്രൊജക്ടൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ റിയാദിലെ ഇന്ത്യൻ എംബസി നിഷേധിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ഇന്ത്യക്കാരൻ നിലവിൽ അൽ ഖർജിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും എംബസി അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം അൽ ഖർജിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഒരു ഇന്ത്യക്കാരനും മരിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട സൗദി അധികൃതരുമായി എംബസി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. കൗൺസിലർ വൈ സാബിർ ഇന്നലെ രാത്രി അൽ ഖർജിൽ സന്ദർശനം നടത്തുകയും ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഉൾപ്പെട്ട പരിക്കേറ്റ ഇന്ത്യൻ പൗരനെ കാണുകയും ചെയ്തുവെന്നും എംബസി കൂട്ടിച്ചേർത്തു. ഒരു ജനവാസ മേഖലയിൽ പതിച്ച സൈനിക പ്രൊജക്ടൈൽ മൂലം ഇന്ത്യക്കാരനും ബംഗ്ലാദേശി പൗരനും കൊല്ലപ്പെട്ടതായി സൗദി സിവിൽ ഡിഫൻസ് ഏജൻസി നേരത്തെ പറഞ്ഞിരുന്നു. ഈ വാർത്തയാണിപ്പോൾ നിഷേധിച്ചുകൊണ്ട് എംബസി രംഗത്ത് വന്നിരിക്കുന്നത്. സൗദിയിൽ അൽ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ അയച്ച ഡ്രോണുകൾ തകർത്തിട്ടുണ്ട്. അൽജൌഫ് മേഖലയിലേക്കും ആക്രമണമുണ്ടായി. പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. റിയാദിലും ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിൽ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് പറ്റി. ഏറെ ആളുകൾക്ക് പരിക്കുണ്ട്. സിത്രയിൽ വീടുകൾ തകർന്നു. UAE ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടം വീണുണ്ടായ തീപിടുത്തം നിയന്ത്രിച്ചു. UAE പ്രസിഡന്റും പ്രതിരോധ മന്ത്രിയും പ്രതിരോധ മന്ത്രാലയം സന്ദർശിച്ചു. കുവൈറ്റിൽ പുലർച്ചെ വിവിധ ആക്രമണ ശ്രമം നടന്നു. സൗദിയിൽ ചൈനീസ് പ്രതിനിധി സംഘം GCC നേതാക്കളെ കണ്ടു. അതേസമയം ഇറാനെതിരായി US ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില റോക്കറ്റ് കണക്കെയാണ് കുതിച്ചുയരുന്നത്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കടന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുമെന്ന ആശങ്കയെ തുടർന്ന് ഏഷ്യൻ വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില 24% വർദ്ധിച്ചത്. ഇത് $114.74 ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 നടക്കുന്നത് ഇറാന്റെ തീരത്തുള്ള ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. യുദ്ധം ആരംഭിച്ചതോടെ ഈ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ഇറാന്റെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ USഉം ഇസ്രായേലും ശക്തമായ വ്യോമാക്രമണം തുടരുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം നിലച്ച അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. എണ്ണവിലയിലെ വർധനവ് ആഗോള ഓഹരി വിപണികളെയും തളർത്തി. ഏഷ്യ പസഫിക് മേഖലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ജപ്പാന്റെ നിക്കി 7% ഇടിഞ്ഞു. ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് 3% നഷ്ടപ്പെട്ടു. ദക്ഷിണ കൊറിയയുടെ കോസ്പി 8% ഇടിഞ്ഞതിനെ തുടർന്ന് വ്യാപാരം 20 മിനിറ്റോളമാണ് നിർത്തിവെച്ചത്.